നഗരസഭയുടെ മുഴുവൻ പള്ളികളിൽ യാക്കോബായ വിശ്വാസികളുടെ പ്രതിഷേധം. കോടതി വിധി നടപ്പാക്കാനുള്ള പോലീസ് ശ്രമം തടഞ്ഞ വിശ്വാസികൾ ഗേറ്റിന്റെ പൂട്ട് പൊളിക്കാൻ പോലീസ്. പള്ളി വിട്ടു നൽകില്ലെന്ന് നിലപാടിൽ ഉറച്ച പ്രതിഷേധക്കാർ. ശിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ 7ാം നാൾ. ഗംഗാവലിപ്പുഴ സ്കൂബ ഡൈവേഴ്സിന്റെ തിരച്ചിൽ. പരിശോധന. പുഴയിൽ രൂപപ്പെട്ട മൺകൂനകളുടെ ഭാഗത്ത് രക്ഷാപ്രവർത്തനത്തിന് വേഗം പോരെന്ന് അർജുന്റെ കുടുംബം. അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. നിപയിൽ ജാഗ്രത തുടർന്ന് കേരളം. കേന്ദ്ര സംഘം ഇന്ന് മലപ്പുറത്ത് രാവിലെ 9 മണിക്ക് അവലോകന യോഗം ചേർന്നു. കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച 14-കാരന് രോഗമുക്തി. കുട്ടി ഇന്ന് ആശുപത്രി വിടും. തൃശൂർ പൂച്ചട്ടിയിൽ കൊലക്കേസ് പ്രതിയെ 3-അംഗ സംഘം വെട്ടിക്കൊന്നു. കൊല്ലപ്പെട്ടത് നടത്തറ സ്വദേശി സതീഷ്. പ്രതികൾ പോലീസിൽ കീഴടങ്ങി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ ഹർജികൾ സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. പരീക്ഷ റദ്ദാക്കണമെന്ന ഹർജിക്കാരുടെ വാദത്തിൽ അന്തിമ തീരുമാനം ഇന്ന്. നീറ്റ് കൗൺസിലിംഗ് നിർത്തിവെക്കണമെന്നും ഹർജിക്കാരുടെ ആവശ്യം. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ജോ ബൈഡൻ പിന്മാറി. പിന്മാറ്റം ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിലെ ശക്തമായ സമ്മർദ്ദത്തിന് പിന്നാലെ. പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി കമല ഹാരിസിനെ നിർദ്ദേശിച്ച ബൈഡൻ. കമലയെ തോൽപ്പിക്കാൻ എളുപ്പമെന്ന് ഡൊണാൾഡ് ട്രംപ്.